ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് പോകണോ? ഇപ്പൊ നേരം വെളുത്തോ? ഇന്ന് നമുക്ക് അപ്പച്ചൻ്റെ തൃശ്ശൂരിൽ പോയിട്ടുണ്ട്, മീൻ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ്, ആദം ബേബി എനിക്ക് ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. കളിച്ചോണ്ടിരിക്കുക. അതന്നെ. അപ്പൊ ഇന്ന് ഫസ്റ്റ് തന്നെ ഇനിയിപ്പ മീൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മീനെ വെട്ടി മുറുക്കി കഷ്ണങ്ങളാക്കി അതും പിന്നെ ഇത് നമുക്ക് മാമയുടെ വീട്ടിലേക്ക് ഒന്ന് പോകണം, അതായത് അമ്മച്ചിയുടെ അരിയത്തിന്റെ വീട്ടിലേക്ക്. അത് നമ്മള് ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോണം. അത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവാന്ന് നമ്മളവിടേക്ക് ഇതുവരെയ്ക്കും ഒരു ഭക്ഷണത്തിന് പോയിട്ടില്ല. കല്യാണം കഴിഞ്ഞ് നമ്മൾ ഒരു പ്രാവശ്യം അങ്ങോട്ട് പോയിട്ടുള്ളൂ. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ പോയത് അമ്മാമനെ കൊണ്ടുവരാനാ. പിന്നെ ഇതുവരെയ്ക്കും അങ്ങോട്ട് പോയിട്ടില്ല. അത് കുറച്ച് ദൂരമുണ്ട് ഇവിടുന്ന്. ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദൂരമുണ്ട്. ഇപ്പോൾ 2 പിള്ളേരെ കൊണ്ട് പോകണ്ടേ. അപ്പോൾ എങ്ങനെയായിരിക്കും ഇന്നത്തെ യാത്ര എന്ന് അറിയില്ല. എൻ്റെ അപ്പുറവും കണ്ടാ നോക്കണേണ്ട. അപ്പോൾ നമുക്ക് പോയിട്ട് അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ല. അവിടെ ഫുഡ് കഴിക്കാൻ ഉണ്ണീനെ ഒന്ന് കളിപ്പിക്കുക, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു പോരുക. പിന്നെ ഡൽമിയും അളിയനൊക്കെ ഒച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ അത് കഴിഞ്ഞാൽ അങ്ങനെ അതിന്റെ മുഖത്തേക്ക് വെയിലടിക്കുന്നുണ്ട്. മീന്റെ പേര് ആദന്നാ ബാള ബാള. സിറ്റ് ഡൗൺ സിറ്റ് ഡൗൺ സിറ്റ് ഡൗൺ. അപ്പരിക്കും കഞ്ഞിയ ചാത്തട്ടില്ലല്ലേ? പക്ഷെ അത് ചാടണില്ലല്ലോ അല്ലേ? എന്നിട്ടാ ആ മീമിന്റെ പേര് തെറ്റാ? ആ ബാല് ബാല് മീമി. ഇത് അപ്പച്ചൻ വാങ്ങിച്ചോണ്ട് മീനാട്ടോ. ഇത് പിലോപ്പി, ചെറിയ പിലോപ്പിയാണ്. ഇത് വറ്റ, ഇത് ബ്രാലി, പിന്നെ ഇത് പള്ളാത്തി. ഇതെല്ലാം നമ്മൾ നന്നാക്കണ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഇതെല്ലാം ഇന്ന് ഇപ്പൊ കഞ്ഞിക്ക് പൊരിച്ചടിക്കും. ഓക്കെ, ഉണ്ടാക്കിയാണ് മസാല എന്ന് പറയുന്നത്. ഈ മസാല ഞാനിട്ടതാ കേട്ടോ. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം തുള്ളി വെള്ളം ഒഴിച്ചു, തുള്ളി വെളിച്ചെണ്ണ. എന്നിട്ട് അങ്ങോട്ട് തിരുമ്പി എടുത്തു. മീൻ്റെ കളർ വേണ്ട, നല്ല റെഡ് കളറായില്ലേ. കാരണം ഇത്തിരി മുളക് പൊടി കൂടുതലിട്ടുണ്ട്. ആദ്യത്തിന് സെപ്പറേറ്റ് മീൻ വറുത്തു കൂട്ടാം. അവന് മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ട് വറക്കണം. അപ്പോൾ പിന്നെ നമുക്ക് നന്നായിട്ട് മുളക് പൊടി ഇട്ട് വറുത്തടിക്കാം. എന്റെ വയറ് കാണിക്കില്ല കേട്ടോ. എന്റെ വയറ് 6 പാക്ക് അല്ല, മറ്റേ കൊട വയറാണ്. അത് കാണിക്കില്ല. സാമ്പാറ് കറി വെക്കാത്തോണ്ടാ എന്നിട്ട് ഇട്ടേക്കണെന്ന് അറിയാത്ത കാലത്തൊക്കെ ഉച്ചക്കിലെത്തിയ സമയം ഇപ്പൊ 11 മണി 11:15 കാലത്തേക്കും പറയാം, ഉച്ചക്കത്തേക്കും പറയാം. തകർക്ക്. എന്നിട്ട് പിന്നെ അത് ഈ മീൻ കൊടുത്തു. ഇനി എന്നിട്ടുള്ള ബ്രാല്. ഇത് മീനിന്റെ മുട്ട കേട്ടാ. നമ്മുടെ ബ്രാലിന്റെ മുട്ടേന്റെ അപ്പൊ നമ്മുടെ ഡ്രസ്സ് പാറിൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ നേരെ ഇനി മേമയുടെ വീട്ടിലേക്ക് പോവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട് എവിടെയാന്ന് എനിക്കും കറക്റ്റ് അറിയില്ല, ആൾക്കും കറക്റ്റ് അറിയില്ല. ഞാനും ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ ടൈമിൽ നമ്മളിങ്ങനെ എല്ലാവരും ഒന്ന് കയറി ഇറങ്ങുമല്ലോ, അങ്ങനെ പോയിട്ടുണ്ട്, അല്ലാണ്ട് പോയിട്ടില്ല. അത് പിന്നെ ഞാൻ ഒരു 3 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് അങ്ങോട്ട് പോണത്. അവിടുന്ന് ഒരു അതിരപ്പള്ളിക്ക് കുറച്ചുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ പോണ്ട്. ഞാൻ ഇവരൊക്കെ ഇവിടെ ആക്കിയിട്ട് അതിരപ്പള്ളിക്ക് ഒന്ന് കറങ്ങി റൗണ്ട് അടിച്ചിട്ട് ചില്ല ചെയ്ത് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് വരാം. അപ്പൊ ഞങ്ങൾ പോട്ടേട്ടാ. അപ്പൊ അവരോട് പറഞ്ഞാ പോവാന്ന് പറഞ്ഞാ, വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞാ? അയ്യോ പാപ്പ
അപ്പാപ്പ വന്നില്ലാന്ന് വായോ വാ നമുക്ക് പോവാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യാനാണ് അപ്പാപ്പനോട് പറയണേ. ഷൂ 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 ചൂ ചൂ ചൂ. അവരവിടെ അവർക്ക് 10 മിനിറ്റ് എത്താൻ പറ്റും. ചൂ ചൂ ചൂ. അറിയില്ലെങ്കിൽ സുഖയില്ലേ? ഓടിക്കോ, വെയിലുണ്ട്. എത്തി. എങ്ങനെ നമ്മള് വഴി തെറ്റിയൊന്നും പോയില്ലല്ലോ. ഈ വീട് അടിപൊളിയല്ലേ? നോക്കിയേ. ആണോ? ഓ ഈ മാവിന് പ്രാന്താട്ടാ. നോക്കിയേ ഇവിടെ വരുമ്പോ ഇതുണ്ടായിക്കണേ. അങ്ങനെ നമ്മുടെ വീടെത്തി. മണിപ്പൂച്ചറാതം ഇതാണ് നമ്മുടെ വീട്. അമ്മണിപ്പൂച്ച ഇവിടെ ഉണ്ട്. മേമേറി പുറത്തേക്ക് പോയി ഞങ്ങള് കണ്ടു. എന്റെ പൊന്നെ ഈശോ. ഇതാരതൊക്കെ ഇവിടെ ഇവൾക്ക് പിന്നെ പേടിയാട്ടാ. മോന്ന പെണ്ണ് കാണാൻ പോവേ. വെള്ളം കൊണ്ടുപോട്. ചക്ക കണ്ടുപിടിച്ചാ? ചക്കില്ല. ഇരുമ്പുളിയണ്ടാ? ചെറിയ ഇരുമ്പുളിയണ്ടാ? ചെറിയ ഇരുമ്പുളി മരല്ലേ? ചീരയുണ്ട്. ചീര 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 പയറ പയറ് ചീര. ഇവിടെ കൊറേ കൃഷി ഉണ്ട് കേട്ടാ. മത്തങ്ങയൊക്കെ ഉണ്ട്. പറമ്പ് പേപ്പന്റിന് കൊലകൾ, പ്രകൃതി രമണീയത. റംബൂട്ടാൻ കണ്ടില്ലേ? ബേബി ബേബി കൃഷി. മുളക് മുളക് വെച്ചുണ്ട്. അബ്രു ഇതില്ലേ? ഇതൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടാവോ? അത് ക്യാബേജ് ഇതൊക്കെ ഉണ്ടാവോ? ആവോ? നട്ടിട്ടുള്ളൂ. ഇവള് ഞാതമില്ലാണ്ട് പോരില്ലേ? വേമായോ? അമ്മണിപ്പൂച്ച പോയി. സബോളയാ? മേമയ്ക്ക് ഒരു പച്ചക്കറി തോട്ടം ഉണ്ട് ഇപ്പൊ ഇവിടെ. കൃഷി കൃഷി കൃഷിത്തോട്ടം ഉണ്ടെന്ന്. സബോള ഉണ്ടാവും. 1 കിലോ ഉള്ളി, 1 കിലോ സബോള, 1 കിലോ ക്യാബേജ്. ചെരുപ്പിട്ട്. ഓ മറ്റവളെ മെറീനല്ലേ? ഉപ്പുമരം എന്തേ തഴച്ചു നിക്കണ്ട ഇവിടെ. ഇഷ്ടംപോലെ വേപ്പിലുണ്ട്. പക്ഷെ ജാതി ഇല്ല അധികം. പക്ഷെ ഒരു പ്രകൃതി രമണീയത ഉണ്ട് ഇവിടെ. ഒരു പച്ചപ്പ്. നമ്മുടെ ഇന്നത്തെ കറികൾ കാണിച്ചു തരാട്ടതേ. ഇവിടെ കുറെ സ്പെഷ്യൽ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോറ്, നല്ല ചിക്കൻ കറി, പിന്നെ അവിയല്, മീൻ കറി, ക്യാബേജ് ഉപ്പേരി, ബീഫ് കറി, പോർക്ക് ഫ്രൈ. ഇതെന്തായിരുന്നു? ഇതിനെ എടുത്തില്ല. കുമ്പളങ്ങ പോലെ. പിന്നെ പയറുപ്പേരി. ഇത് ഇവിടെ നമ്മുടെ ഇവിടത്തെ ഇവരുടെ പറമ്പിൽ തന്നെ ഉണ്ടായ പയറാട്ടാ. പിന്നെ സാലഡ്, മാങ്ങക്കറി, അച്ചാർ. ഇത്ര ഐറ്റംസ് ഉണ്ട്. കൊറേ സാധനം. മാം ഇതൊക്കെ രാവിലെ 11 മണിക്ക്, വൈകുന്നേരം 11 മണിക്ക് എന്നിട്ട് ഇരുന്നുണ്ടാക്കിയതാന്ന് പറഞ്ഞത്. സത്യത്തില് ചോറ് ആരും എടുത്തില്ല കേട്ടാ. പിന്നെ വട്ടയപ്പം ഇത് ഞാൻ കാണിച്ചിട്ടില്ല. ചോറ് കഴിക്കാനുള്ള വയറ് ആർക്കും ഉണ്ടായില്ല. അച്ഛൻ പേപ്പൻ. ഹായ്. അയ്യോ ഒന്ന് കൊറേ പാട്ട് പാടും. വയ്യല്ലേ? ഒരു മുഖത്തൊരു ക്ഷീണം കാണുന്നുണ്ടല്ലോ. അതൊന്നും വേണ്ട.
സത്യത്തിലേ വയ്യാണ്ടായി ഫുഡ് കഴിച്ചിട്ട് ഇത്ര പേർക്ക് കറികൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും നമ്മൾ വിചാരിച്ചില്ലേട്ടാ. ഞാൻ വിചാരിച്ചു ഫുഡ് മറ്റേ ഓർഡർ ചെയ്തേക്കായിരിക്കുന്നത്. കാരണം ഉണ്ണി ഉണ്ടല്ലോ, ഉണ്ണീനെ വെച്ച് കറി വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കറി നമ്മളെ കൊണ്ട് പറ്റില്ല കേട്ടോ. പക്ഷെ വേഗം സമ്മതിച്ചിട്ടുണ്ടല്ലോ, രാത്രി ഉറക്കൊളിച്ച് ആള് കൊറേ അധികം കറികൾ ഉണ്ടാക്കി. ഇതാണ് ഇവളുടെ പ്ലേ ഗ്രൗണ്ട്. ഇവളുടെ പ്ലേയിങ് ഏരിയ ഇവര് കയ്യേറിയത്. ഡൽമിയും അളിയനും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ വീട് ഇവിടെ പോട്ടയായിരുന്നല്ലോ. അപ്പൊ അവര് ഇങ്ങോട്ട് വന്നു, നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. അപ്പച്ചൻ വന്നില്ല. അപ്പച്ചന് ഉറക്കം, നമ്മള് മീൻ നന്നാക്കി കറി വെച്ചതിന്റെ ക്ഷീണത്തിൽ അപ്പച്ചൻ ഉറങ്ങണം പറഞ്ഞു. അപ്പൊ അപ്പച്ചൻ അടിയാണ അടിയാണ ഓ ഇവളാരവള് ദൈവം വന്നിട്ട് കുഞ്ഞുമുട്ടെ കുഞ്ഞു അവിടെ പൊന്നു അടുത്ത പൊന്നിരിക്കണ്. അവിടെ പൊന്നു അടുത്ത നിന്റെ പേര് പറഞ്ഞ പേര്. ഇവൾക്ക് ഇവനെ ആദത്തിന്റെ പേടിയായിരുന്നു. ഞങ്ങൾ അപ്പാപ്പന്റെ അടുക്ക് പോയപ്പോ, അമ്മാവനെ കാണാൻ വേണ്ടി പോയപ്പോ ഇവളെ കാതിലൊരു കമ്മലുണ്ടായിരുന്നു കേട്ടാ. ആ കമ്മല് ഇവന്റെ ആദത്തിന്റെ വളവുണ്ട് പോയി. അപ്പൊ ഇവള് പേരിനോട് പറഞ്ഞെടുത്തു, താടിക്കാരന്റെ മോനെ എന്റെ കമ്മല് കളഞ്ഞു. പിന്നെ ഇവരെ കണ്ടു കഴിഞ്ഞാ ഇവള് പേടിച്ചോടായിരുന്നു. ഇപ്പൊ സെറ്റായി കൂട്ടുകാരായി ഇവര്. പിന്നെ മേമ ഇത്രയും കൂട്ടാണ്ടാക്കും ആ സ്വപ്നത്തിലും വിചാരിച്ചില്ല കേട്ടാ. പാവം കേട്ടാ. അതിന് എന്താ പറയാ, ഇത്ര കുറവായി പോയിന്ന്, കുറച്ചും കൂടി ഉണ്ടാക്കണായിരുന്നു എന്ന് പറഞ്ഞ എന്നോട് വന്നപ്പോ. ഞാൻ വന്നപ്പോ കണ്ടപ്പോ ഞെട്ടിപ്പോയി. ഇവളുടെ കുരുത്തക്കേട് കണ്ടവള് എന്താ ചെയ്യാ, ഇപ്പൊ സൈലന്റായി. ഈ മേമാന്ന് പറയുന്നത് അമ്മേരെ അനീറ്റിയാണ് കേട്ടാ. ഞങ്ങളൊക്കെ നോക്കിയായിരുന്നു ഈ മേമയാണ് കേട്ടാ. അതിന് പക്ഷെ സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾക്ക് ആള് പറയുന്നത് മനസ്സിലാവും, ആൾക്ക് ഞങ്ങൾ പറയുന്നത് മനസ്സിലാവും. ഞങ്ങൾ ആക്ഷനൊക്കെ കാണിച്ച് എങ്ങനെയൊക്കെ സംസാരിക്കും. എന്താണ് പറയാ, ഫുള്ള് നമ്മളെ നോക്കിയതും നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് മേമനിയായിരുന്നു. അപ്പൊ ഞങ്ങള് ഇവിടെ വന്നിട്ട് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടില്ലേ. ഞങ്ങൾക്ക് ഇവിടെ അൽമീനാണെങ്കിലും ഞങ്ങളാണെങ്കിലും ഇവിടെ കിട്ടുണ്ടായില്ല. അപ്പൊ ആൾക്ക് അതിന്റെ ഒരു ഇതിലാണ് ആള് അതിന്റെ ഒരു പരാതിയാണ് തീർത്തത്. പിന്നെ പണ്ട് എനിക്ക് ഓർമ്മ മുന്നിൽ ആള് തയ്പ്പ് തന്നെയായിരുന്നു. ഇപ്പൊ തയ്ക്കില്ല. ഇപ്പൊ മിക്കാൻ ആളെ വെറുതെ വിഷയം തയ്പ്പൊക്കെ കൊച്ചിനെ തയ്ക്കണ്ടാവും. ഇവൾക്ക് ഇവൾക്ക് കുറെ പൊമ്മയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലോ. ഇവൾക്ക് സാധനങ്ങൾ ഇട്ടുണ്ട് കൊറേ. മോനെടുക്കാല അവൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലേ. അങ്ങനെ ആ പാട്ടല്ലത്, മഴ മഴ കൊട കൊട. മേമ നല്ല അടിപൊളിയായിട്ട് തയ്ക്കൂട്ടോ ഡ്രസ്സൊക്കെ. എന്നിട്ടാണ് നമ്മുടെ വീടിന്റെ അടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി പറയും, ഞാൻ ഡ്രസ്സ് എടുത്ത് തയ്ക്കല് നിർത്തിന്ന്. അതായത് ഈ മേമ അവിടുന്ന് കല്യാണം കഴിഞ്ഞ് പോന്നെ പിന്നെ എടുത്ത് തയ്ക്കല് നിർത്തി, ടോപ്പ് കാണിക്കല് തുടങ്ങിയത്. കാരണം വേറെ എവിടെയും തയ്ച്ചിട്ട് മേമ തയ്ക്കണ പോലെ ആവണില്ലാന്ന്. അടിപൊളിയായിട്ടാണ് തയ്ക്കാറ്. ഡിക്കി ഫുള്ളായാ? ഹായ്, നല്ല ഭംഗിയുണ്ട്. എന്റെ ബാഗല്ലേ ഇരിക്കണത്? നിന്റെ ബാഗ് മുകളിൽ വെച്ചിട്ടുണ്ട്. ഡിക്കി നിറച്ചില്ല നമ്മള്. ഇങ്ങോട്ട് കാലിയായി വന്ന ഡിക്കിയാ ഇങ്ങോട്ട് നിറച്ചോളെ. ഡെൽമി വീട്ടിക്ക് വന്നിട്ടുണ്ട്, അതാണ്. എന്നിട്ട് വേണ്ട പൂ പൊട്ടിക്കണ്ടേ? അവിടുന്ന് പൊട്ടിക്കാൻ പൂ. എന്നിട്ട് പോവാ ചെമ്പരത്തിയാ. ഒരു ബൈ തന്നെ. ആ മെറിന്റെ പേര് ബൈ ബൈ. ഓക്കെ അപ്പൊ നമ്മുടെ പരിപാടി ഇന്നത്തെ കഴിഞ്ഞു. ക്ഷീണായി തിന്ന് ക്ഷീണായി. ഫുഡ് അടിപൊളിയായിരുന്നു. രണ്ടുപേരും മതി, ഇനി വേണ്ട. അമ്മ അതെ, ഒരാള് വന്നപ്പോ പറഞ്ഞേ മൂന്നാമത് പെണ്ണാണെങ്കിൽ മുടി വെച്ച് വാഴുന്നു. ശരി, പോക്കെ. ബൈ ബൈ. ശരി.
അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടാ. നമ്മൾ ഡൽമീനെയും പിള്ളേരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അളിയും വീട്ടിലേക്ക് നേരിട്ട് പോയി. പിന്നെ എന്നിട്ടാണ് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇപ്പം എന്തിനാണ് ഇനിയിപ്പോൾ സമയം പോകുന്നത് അറിയില്ല. ഇവർ രണ്ടുപേരും ഉണ്ടല്ലോ, അതോ ഓച്ചുകൂടിയുള്ള കളികളും കാര്യങ്ങളും ബഹളങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.